സിന്ധു നദി ജലകരാറിനെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം വീണ്ടും രൂക്ഷമാവുകയാണ്. സിന്ധു നദി ജലകരാർ ഇന്ത്യ ഇനി ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാനും മുൻ വിദേശകാര്യമന്ത്രിയുമായ ബിലാവൽ ഭൂട്ടോ സർദാറിയുടെ യുദ്ധഭീഷണി മേഖലയിൽ ആശങ്കയോടെ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് രണ്ട് വഴിയുണ്ട്, ഒന്നെങ്കിൽ വെള്ളം തിരികെ അല്ലെങ്കിൽ യുദ്ധം എന്നാണ്. ബിലാൽ ഭൂട്ടോയുടെ ഈ വാക്കുകൾ നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉഭയകക്ഷി കരാറിലൊന്നാണ് സിന്ധു നദീ ജല കരാർ. 1960-ൽ ലോക് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഈ കരാർ സിന്ധു നദീതടത്തിലെ 6 നദികളിലെ ജലം ഇരു രാജ്യങ്ങളും എങ്ങനെ പങ്കുവെക്കുമെന്നത് നിർവചിക്കുന്നു. സിന്ധു, ചലം, ചിനാബ് എന്നീ പടിഞ്ഞാറൻ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും രവി, ബിയാസ്, സത്ലജ് എന്നീ കിഴക്കൻ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കുമാണെന്നാണ് ഈ കരാർ പ്രകാരം വ്യക്തമാക്കുന്നത്. നദീജലം ഇരു രാജ്യങ്ങളുടെയും കാർഷിക, സാമ്പത്തിക, സാമൂഹിക മേഖലയിൽ അത്യന്താപേക്ഷിതമാണ്. വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിലും ഈ കരാർ ഒരു പരിധിവരെ പാലിക്കപ്പെട്ടു പോകുന്നു. എന്നാൽ പലപ്പോഴും ജലത്തിന്റെ ലഭ്യത കുറയുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ പുതിയ ജലവൈദ്യുത പദ്ധതികൾ ഇന്ത്യ നിർമ്മിക്കുമ്പോഴും പാകിസ്ഥാന്റെ ആശങ്കകൾ ഉയരുകയാണ്. പാകിസ്ഥാന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥ വലിയ തോതിൽ സിന്ധു നദി വ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ജലത്തിന്റെ ഒഴുക്കിൽ വരുന്ന ഏതൊരു കുറവും അവർക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കും. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചെറിയ അണക്കെട്ട് നിർമ്മാണങ്ങൾ പോലും പാകിസ്ഥാനിൽ ആശങ്ക ഉയർത്തുകയാണ്. അടുത്തിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സിന്ധു ജല കരാറുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയാണ് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന നദിയിലെ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകിപ്പോകുന്നത് തടയുമെന്നും ആ വെള്ളം ഇന്ത്യയിലെ കർഷകർക്ക് ഉപയോഗിക്കാമെന്നും അമിത്ഷാ സൂചിപ്പിക്കുകയുണ്ടായി. പാകിസ്ഥാനുമായുള്ള തീവ്രവാദ പ്രശ്നങ്ങളും അതിർത്തിയിലെ സംഘർഷങ്ങളെയും ഒരുമിച്ച് കണ്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ബിലാവൽ ഭൂട്ടോ കടുത്ത പ്രതികരണം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലം ലഭിച്ചില്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് ഇന്ത്യ മനസ്സിലാക്കണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ജലത്തെ ഒരു യുദ്ധത്തിനുള്ള കാരണമായി ഉയർത്തിക്കാട്ടുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആണവായുധമുള്ള അയൽ രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെയൊരു ഭീഷണി ഉയർത്തുന്നത് വളരെ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം നോക്കിക്കാണുന്നത്. ജലക്ഷാമം ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന ഒരു പ്രതിസന്ധിയായി മാറുമ്പോൾ നദീജല തർക്കങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിലേക്ക് പ്രധാന കാരണമായി വെക്കുന്നത് പതിവാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാര്യത്തിൽ ഈ തർക്കം കേവലം ജലത്തിന്റെ ലഭ്യതയെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് ചരിത്രപരമായ വൈവിധ്യങ്ങളും രാഷ്ട്രീയ അവിശ്വാസങ്ങളും ഇതിനെ സങ്കീർണമാക്കുന്നു. ബിലാവൽ ഭൂട്ടോയുടെ പ്രസ്താവന പാകിസ്ഥാനിൽ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളെയും കർഷകരെയും സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക വിഷയം കൂടിയാണ്. രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളുടെ പിന്തുണ നേടുന്നതിനും ദേശീയ വികാരം ഉണർത്തുന്നതിനും ഇത്തരം പ്രസ്താവനകൾ ഒരു ആയുധമായി പ്രയോഗിക്കാനാവും. എന്നാൽ അത് സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് അവർക്ക് ഗുണകരമായി തീരുകയും ചെയ്യും. സിന്ധു നദി ജല കരാർ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച ഒന്നായതുകൊണ്ട് ഈ കരാർ ലംഘിക്കപ്പെട്ടാൽ ലോകബാങ്കിനും അന്താരാഷ്ട്ര സമൂഹത്തിനും ഇതിന്റെ ഇടപെടൽ വേണ്ടിവരും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏതൊരു സൈനിക നീക്കവും മേഖലയെ അസ്ഥിരപ്പെടുത്താനും അതുപോലെ തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിക്കുകയും ചെയ്യാനും സാധ്യതകളുണ്ട്. അതിനാൽ യുദ്ധഭീഷണി ഒഴിവാക്കി നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കാനും സാധ്യതകളാണ് അന്താരാഷ്ട്ര സമൂഹം തേടുന്നത്. ചർച്ചകളിലൂടെയും കൂടിക്കാഴ്ചകളിലൂടെയും മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ ശാശ്വത പരിഹാരം കണ്ടെത്താനാകുകയുള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ജലത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. എങ്കിലും ജലത്തെ ഒരു യുദ്ധോപകരണമായി ഉപയോഗിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാവില്ല. സിന്ധു നദി ജല കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാകണം. നിലവിലുള്ള കരാർ കാലഹരണപ്പെട്ടതാണോ എന്ന് പരിശോധിക്കുകയും വേണം. പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് വിലയിരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം നദീജലത്തിന്റെ ലഭ്യത ബാധിക്കുമോ എന്ന കാര്യവും ഈ കരാർ കൂടുതൽ പ്രസക്തി ആർജിക്കുന്നതാണ്. പാകിസ്ഥാനിലെ നിലവിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ബിലാവൽ ഭൂട്ടോയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ടായേക്കാം. പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും രാഷ്ട്രീയ അസ്ഥിരതയിലൂടെയും കടന്നുപോകുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ദേശീയ വികാരം ആളിക്കത്തിക്കുന്ന പ്രസ്താവനകൾ രാഷ്ട്രീയക്കാർക്ക് താൽക്കാലിക നേട്ടങ്ങൾ നൽകിയേക്കാം. ഇന്ത്യക്കെതിരെ ഒരു കടുത്ത നിലപാടെടുത്തത് ആഭ്യന്തര പിന്തുണ നേടാനുള്ള ഒരു തന്ത്രമായി വ്യാഖ്യാനിക്കപ്പെടാവുന്നതാണ്. എന്നാൽ ഇത്തരം പ്രസ്താവനകൾ അതിർത്തിയിൽ നിലവിലുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല.
ഇരു സൈന്യവും അതീവ ജാഗ്രതയിലാണ്. ഒരു ജലസംരക്ഷണ പ്രശ്നം മാത്രമല്ല, അത് ദേശീയ പരമാധികാരത്തിന്റെ കൂടി വിഷയമാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ ജലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അഴഞ്ഞ സമീപനം സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പലരും വാദിക്കുന്നുണ്ട്. അമിത്ഷായുടെ പ്രസ്താവന ഈ വീക്ഷണത്തിന്റെ പ്രതിഫലനമാണ്. രാജ്യത്തെ കർഷകർക്ക് ആവശ്യമായ ജലം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രാഥമിക പരിഗണനയിലുള്ളതാണ്. നദീജലത്തെ സംബന്ധിച്ച അന്താരാഷ്ട്ര നയങ്ങളും കരാറുകളും ഇരു രാജ്യങ്ങൾക്കും ബാധകമാണ്. ഈ കരാറുകൾ ലംഘിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തും. അതിനാൽ തന്നെ വളരെ സൂക്ഷ്മമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ മാത്രമേ ഈ വിഷയത്തിൽ മുന്നോട്ടു പോകാൻ കഴിയൂ. ബിലാവൽ ഭൂട്ടോയുടെ ഭീഷണി കേവലം ഒരു വാചകമടി മാത്രമായി അവശേഷിക്കുമോ അതോ അതൊരു പുതിയ സംഘർഷത്തിന് വഴിയൊരുക്കുമോ എന്ന് കണ്ടറിയണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും വളരെ ദുർബലമായ അവസ്ഥയിലാണ്. അവിശ്വാസം ആഴത്തിലായതിനാൽ ചർച്ചകളിലൂടെ ഒരു പരിഹാരത്തിലെത്താൻ വളരെ പ്രയാസമാണ്. എങ്കിലും യുദ്ധം എന്നത് ഇരു രാജ്യങ്ങൾക്കും താങ്ങാനാവാത്ത ഒന്നായിരിക്കും. സാമ്പത്തികമായും മാനുഷികമായും വലിയ നഷ്ടങ്ങൾ അത് വരുത്തിവെക്കുകയും ചെയ്യും. അതിനാൽ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ തുടരുകയും മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥതയിലുള്ള ചർച്ചയ്ക്ക് സാധ്യതകൾ തേടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. സിന്ധു നദി ജലം കേവലം വെള്ളമല്ല, അത് ഇരു രാജ്യങ്ങളുടെയും ജീവനാഡിയാണ്. ആ ജീവനാഡിയെ ഒരു യുദ്ധത്തിന്റെ കളിമൈതാനമാക്കാതിരിക്കാൻ ഇരു രാജ്യങ്ങളും പരമാവധി ശ്രമിക്കണം. നിലവിലെ സാഹചര്യം ഒരു തുറന്ന ചർച്ചയിലേക്കും ഒരു പുതിയ കരാറിലേക്കും അല്ലെങ്കിൽ നിലവിലുള്ള കരാറിൽ മാറ്റങ്ങൾ വരുത്തുന്നതിലേക്കും നയിക്കുമോ എന്നത് കണ്ടറിയാൻ ലോകം ഉറ്റുനോക്കുകയാണ്.